എല്ലാവർക്കും നമസ്കാരം. വയനാട്ടിലും കോഴിക്കോടൊക്കെ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട് നല്ല വെടുപ്പായിട്ട് ഇംഗ്ലീഷില്. രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും. കോൺഗ്രസിന്റെ രണ്ട് സമുന്നതരായ നേതാക്കന്മാരാണ്. ഒരാള് പ്രതിപക്ഷ നേതാവും കൂടിയാണ് രാഹുൽ ഗാന്ധി, അടുത്ത പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധി കഴിഞ്ഞ അടുത്ത കോൺഗ്രസിന്റെ നേതാവാണ് പ്രിയങ്ക ഗാന്ധി. ഇവർക്കൊക്കെ എതിരെ തന്നെയാണ്, കോൺഗ്രസുകാർ തന്നെയാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ? വയനാട്ടിലും കോഴിക്കോടും. കെ.സി. വേണുഗോപാലിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കില്ല എന്നും നിങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് വരണ്ട എന്നും വയനാട് പഴയ യു.പിയിൽ അമേഠി പോലെ ആവുമെന്നും, അതായത് രാഹുൽ ഗാന്ധിയെ പ്രിയങ്കയൊക്കെ ഇവിടെ തോൽപ്പിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നല്ല ഇംഗ്ലീഷിലായിട്ട് പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് തൃശൂര് കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ അതിന്റെ CCTV ഒക്കെ ചെക്ക് ചെയ്ത് ഈ ഫ്ലെക്സ് വെച്ചത് ആരാന്നൊക്കെ നോക്കാൻ പോയി. അപ്പോഴാണ് അറിയണത് ഒരു CPM കാരനായിരുന്നു ആ ഫ്ലെക്സ് വെച്ചത്. പക്ഷെ ഈ കേസിക്ക് എതിർത്തുകൊണ്ടുള്ള ഈ ഇംഗ്ലീഷിലുള്ള പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കോൺഗ്രസ്സുകാരന് CCTV ഒന്നും ചെക്ക് ചെയ്യാൻ പോണില്ല എന്ന് തോന്നുന്നു. കാരണം ഈ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്, നല്ല വെടുപ്പായിട്ട് ഇംഗ്ലീഷിലാണ്. CPM കാരുടെ ഇംഗ്ലീഷൊക്കെ അറിയാലോ. MA BA LLB ഉള്ള CPM-ന്റെ ഒരു സമുന്നതരായ നേതാവിന്റെ ഇംഗ്ലീഷ് പ്രസംഗമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പോസ്റ്റർ ഒട്ടിച്ചതൊന്നും അവരാവില്ല എന്ന് കോൺഗ്രസുകാർക്ക് നല്ല ഉറപ്പായിട്ട് അറിയാം. അതുകൊണ്ട് അവരാരും ഇതാരാ ഒട്ടിച്ചതെന്നൊന്നും ചെക്ക് ചെയ്യാൻ പോയിട്ടില്ല. കാരണം കോൺഗ്രസുകാർ തന്നെ ഒട്ടിച്ചതെന്ന് കോൺഗ്രസുകാർക്ക് മനസ്സിലായി. അപ്പോൾ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരായ രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും വരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടി കാരണം. എല്ലാവർക്കും നമസ്കാരം.